ഹായ് ഗായ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മളിപ്പോൾ ദുബായിൽ ബിസിനസ് ബേയിൽ ദുബായ് കനാലിൻ്റെ അരിയത്താണ് നിൽക്കുന്നത്. ഇത് ദുബായിലെ വൺ ഓഫ് ദ ലക്ഷറിയസ് ഏരിയയും പിന്നെ ഈ ഏരിയയിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുർജ് ഖലീഫയുടെയും ദുബായ് മോളിൻ്റെയൊക്കെ തൊട്ടടുത്തുള്ള ഏരിയ ആണ്. പിന്നെ ദുബായ് കനാല് കടല് നമ്മുടെ സിറ്റിയുടെ നടുക്കോട്ട് കയറ്റിയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. ഈ ഏരിയ എന്ന് പറയുന്നത് ടോപ്പ് ലക്ഷറിയസ് ആയിട്ടുള്ള ഏരിയകളിൽ പെട്ടതൊന്നാണ്. ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ ഡിസൈനൊക്കെ കണ്ട ഒരു കെർവ്ഡ് ഷേപ്പിലൊക്കെയാണ് ഇത് വന്നേക്കുന്നത്. ഒരു യു ആംഗിളിലൊക്കെ ഇതിലാണ് ഈ ബിൽഡിങ്ങുകൾ വന്നേക്കുന്നത്. അപ്പോൾ ഈ ബിൽഡിങ്ങൊക്കെ നമുക്ക് വാടകയ്ക്കും താമസിക്കാം, കാശുണ്ടെങ്കിൽ ഇവിടെ സ്വന്തമായിട്ടൊക്കെ വാങ്ങാം. ഇപ്പോൾ ദുബായിലൊക്കെ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് വാങ്ങാൻ പറ്റും. അപ്പോൾ ദുബായ് പൊതുവെ ടൂറിസത്തിന് ഫേമസ് ആവുന്നത് ലോകത്ത് ഒരിടത്തും കാണാൻ പറ്റാത്ത കാഴ്ചകളൊക്കെ ദുബായിൽ വന്നാൽ കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ അധികാരികളൊക്കെ അങ്ങനെ ശ്രദ്ധിക്കുന്നത്. ഒരു വെറൈറ്റിയാണ്. പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ട് പുറകിലാണ് ദുബായ് കനാൽ എന്ന് പറയും. അതായത് കടല് സിറ്റിയുടെ നടുക്കോട്ട് കയറ്റിയേക്കുക. അപ്പോൾ നമുക്ക് ബോട്ടിൽ അതിൽ ഫുള്ള് കറങ്ങാൻ പറ്റും. അത് പ്രൈവറ്റ് ബോട്ടും ഉണ്ട്, നമുക്ക് ഇൻഡിവിജ്വലായിട്ട് പ്രൈവറ്റായിട്ട് വാങ്ങാം. അത് കൂടാതെ എന്താ പറയുക, ഗവൺമെൻറ്റിൻ്റെ ബോട്ടുണ്ട്, RTA എന്ന് പറയും. ഇവിടെ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിനെയാണ് RTA എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ബോട്ടൊക്കെ വാങ്ങിയാൽ നമുക്ക് ദുബായ് കനാലിലൂടെ ഇവിടെ ഫുള്ള് കറങ്ങാൻ പറ്റും. പിന്നെ എന്തായാലും ആ ഏരിയയിലോട്ടൊക്കെ നമ്മൾ അടുത്ത ദിവസം കറങ്ങുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ചാനലിൻ്റെ ഉദ്ദേശം തന്നെ ഞാൻ പോകുന്ന വഴികൾ ഏതൊക്കെ സ്ഥലമാണെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങളെ കാണിക്കുക. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ബ്ലോഗ് ചെയ്യുമ്പോൾ ഇവിടുത്തെ മെയിൻ സ്പോട്ട്, അതായത് ഏറ്റവും ടോപ്പ് 10 ഡെസ്റ്റിനേഷനൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എവിടെയൊക്കെ പോകുന്നു ആ ഏരിയയിലുള്ള ബ്യൂട്ടി അതേപടി തന്നെ പകർത്തി നിങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ, നടന്നു കഴിഞ്ഞാൽ ഡൗൺ ടൗണും ബുർജ് ഖലീഫയും ഇതൊക്കെയായി. അപ്പോൾ ആ കാണുന്ന ബേ സ്ക്വയറാണ്, ഇത് ബിസിനസ് ബേ, അത് ദുബായ് കനാൽ. അപ്പോൾ ഇതാണ് ഈ ഏരിയയിലെ കാഴ്ചകൾ. നമുക്കിങ്ങനെ ഓരോരോ ഏരിയകളായിട്ട് ഇങ്ങനെ കറങ്ങാം. പക്ഷേ ഒരിക്കലും ദുബായ് പോലത്തെ സ്ഥലത്ത് ഫുൾ ഏരിയയും ഒരിക്കലും എക്സ്പ്ലോർ ചെയ്ത് തീരില്ല. പിന്നെ ഇവിടെ നല്ല ക്ലൈമറ്റാണ്. ഇപ്പം നട്ടുച്ചക്കാണ്, ഞാൻ പുറത്താണ് നിൽക്കുന്നത്, നല്ല ക്ലൈമറ്റാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ വീഡിയോ കാണണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഗായ്സ്, ശരി എന്നാൽ ബൈ ബൈ.